ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുമായി ഞാൻ സംസാരിക്കാൻ പോകുന്ന നിറപറയെ പറ്റിയാണ്. എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു ബ്രാൻഡാണ് നിറപറ. എനിക്കറിയാം, എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഫെമിലിയർ ആയ ഒരു ബ്രാൻഡായിരുന്നു നിറപറ. മുമ്പ് ഞാൻ എവിടെ പോയാലും, കേരളത്തിൻ്റെ ഏത് ജില്ലയിൽ പോയാലും അവരുടെ അറ്റ്ലീസ്റ്റ് ഒരു ലോറിയെങ്കിലും ഞാൻ കാണാറുണ്ടായിരുന്നു റോഡിൽ. അത്രയും വലിയൊരു ബ്രാൻഡിൻ്റെ ഒരു വണ്ടി പോലും ഇപ്പോൾ കാണാനില്ല. ഇതിനെല്ലാം പുറമെ നമ്മുടെ ലാലേട്ടൻ്റെയും കാവ്യ മാധവൻ്റെയും ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ ടി വിയിൽ കാണാറുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. സോ ഇത്രയും വലിയൊരു ബ്രാൻഡ് എങ്ങനെ തകർന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 1976 ആദിശങ്കരാചാര്യൻ്റെ മണ്ണായ കാലടിയിൽ കെ കർണൻ റൈസ് മില്ല് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിന്നായിരുന്നു KKR ഗ്രൂപ്പിൻ്റെ നിറപറയുടെ തുടക്കം. അതുപോലെ ഈ പേരിന് ചൊല്ലി നിറപറ ഗ്രൂപ്പിൻ്റെ കർണനും നിറപറ റോറൽ ഫ്ലവർ മിൽസിൻ്റെ PV ഫ്രാൻസിസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവസാനം ഫ്ലവർ മിൽസിന് ഗോതമ്പ് റിലേറ്റഡ് പ്രൊഡക്ട്സും KKR ഗ്രൂപ്പിന് റൈസ്, സ്പൈസസ്, മസാല പ്രൊഡക്ട്സും യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് കോടതിയിൽ നിന്ന് കിട്ടി. അങ്ങനെ നല്ല രീതിയിൽ KKR ഗ്രൂപ്പ്സിൻ്റെ നിറപറ എന്ന ബ്രാൻഡ് വളർന്നു. പിന്നീട് കർണൻ്റെ മകൻ ബിജു കർണൻ ഫാമിലി ബിസിനസ്സിൽ ജോയിൻ ചെയ്തു. ആ ടൈം പീരീഡിൽ ബിജു കർണൻ നിറപറയെ റൈസ്, സ്പൈസസ്, മസാല പ്രൊഡക്ട്സ്, റെഡി ടു കുക്ക് ഐറ്റംസ്, പിക്കിൾസ് അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസായി നിറപറയെ ഡൈവേഴ്സിഫൈ ചെയ്യും. അതുവഴി കമ്പനിക്ക് നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഗ്രോത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിരുന്നു. അതേ ടൈമിൽ കൺസ്യൂമർ ഇൻട്രാക്ഷൻസ് മാക്സിമം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ സൈറ്റ്സും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും അവർ മാക്സിമം യൂസ് ചെയ്തിരുന്നു. ഈ സ്ട്രാറ്റജീസ് എല്ലാം അവരെ നാഷണൽ ലെവലിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് എത്തിക്കാൻ അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പം ലാലേട്ടനെയും കാവ്യ മാധവനെയും വെച്ച് നല്ല നല്ല പരസ്യങ്ങൾ ചെയ്ത മലയാളികളുടെ മനസ്സിൽ മാക്സിമം നിറപറയും നിറപറയുടെ പ്രൊഡക്ട്സും എത്തിയിരുന്നു. ഈ വളർച്ചയ്ക്കെല്ലാം ഒപ്പം നിറപറയ്ക്ക് ഒരുപാട് വിവാദങ്ങളും ഇഷ്യൂസും നേരിടേണ്ടി വന്നു. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ TV അനുപമ കൊടുത്ത ബാനായിരുന്നു. സ്പൈസ് പ്രൊഡക്ട്സിൽ ഏകദേശം 70% സ്റ്റാർച്ചിൻ്റെ പ്രസൻസ് കണ്ടതുകൊണ്ടാണ് അവർക്ക് ബാൻ കിട്ടിയത്. ഇത് അവരുടെ മാനുഫാക്ചറിങ്, സെയിൽസ്, ഡിസ്ട്രിബ്യൂഷൻ സെക്ടേഴ്സിനും കംപ്ലീറ്റായി സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ കൺസപ്ഷന് ഹാംഫുള്ളാവുന്ന ഒന്നും തന്നെ ഫുഡിൽ നിന്ന് ലഭിക്കാത്തതിനാൽ ആ ബാൻ മാറ്റിവെക്കേണ്ട അവസ്ഥയിലെത്തി. എന്നാൽ മലയാളികളുടെ മനസ്സിൽ നിറപറ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കോംപ്രമൈസ് ചെയ്യുന്നതിൻ്റെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞിരുന്നു. ഇതോടുകൂടി അവരുടെ കസ്റ്റമേഴ്സ് അവരുടെ തന്നെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാൻ തുടങ്ങി. ഇതോടൊപ്പം തന്നെ അരിയിൽ നിന്നും കല്ലും മണ്ണും ഓവർ കളറും വന്നതും അവരുടെ സെയിൽസിനെ അഫക്റ്റ് ചെയ്യുന്നതിനൊരു കാരണമായിരുന്നു. എന്നാൽ കമ്പനിക്കെതിരെ രജിസ്റ്റേർഡായി ഇതിൻ്റെ പേരിൽ ഒരു കേസ് ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയാസിലും ഓൺലൈൻ ചാനൽസിലും ഇതിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം അവരുടെ സെയിൽസ് കുറഞ്ഞതിൻ്റെ പല കാരണങ്ങളാണ്. ഇതിനെല്ലാം പുറമെ കർണൻ്റെ മകനും ചെയർമാനുമായ ബിജു കർണൻ്റെ പേരിൽ ഒരു ഹണി ട്രാപ്പ് ആൻഡ് സെക്ഷൽ അസോൾട്ട് കേസ് ഉണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ന്യൂസും പെറ്റീഷണറുടെ കംപ്ലൈൻറ്റും ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. എന്നാൽ ഇത് കംപ്ലീറ്റായി കോടതിയിൽ പ്രൂവ് ചെയ്യാൻ പെറ്റീഷണർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ ഇതിൻ്റെ കേസ് കോടതിയിൽ നടക്കുന്നുണ്ട്. സ്പൈസ് അഡൾട്രേഷൻ ആൻഡ് ഹണി ട്രാപ്പ് കേസ് കമ്പനിയെ ഡയറക്റ്റായി നല്ല രീതിയിൽ ബാധിച്ചിരുന്നു. ഇത് കമ്പനിയുടെ ബ്രാൻഡ് ഇമേജിനെയും പബ്ലിക് ഇമേജിനെയും നല്ല രീതിയിൽ നെഗറ്റീവായി അഫക്റ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഫോക്കസും ഇതുവഴി നല്ല രീതിയിൽ പോയിരുന്നു. അവസാനം നഷ്ടത്തിലായ നിറപറയെ വിപ്രോ ഗ്രൂപ്പ് 2022 മേടിച്ചിരുന്നു. അറൗണ്ട് 250 CR വിപ്രോ ഗ്രൂപ്പ് നിറപറയെ മേടിച്ചത്. ഇങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് നിറപറ കമ്പനി പൂട്ടിപ്പോയത്. കൂടാതെ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ്സും ഇതിനൊരു റീസൺ ആണെന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊന്നും വാലിഡായ ഒരു പ്രൂഫ് തരാനൊന്നും സാധിക്കുന്നതല്ല. വേറെ എന്തെങ്കിലും അഡീഷണൽ റീസൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും കമൻറ്റായി നോട്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.